ഹലോ, നമസ്കാരം. ജോസ് കാച്ചിപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. ഒരാളുടെ ശത്രുത സമ്പാദിക്കണമെങ്കിൽ അയാൾക്ക് കുറച്ച് പണം കടം കൊടുത്താൽ മതി. കടം കൊടുത്ത പണം തിരികെ ചോദിക്കുമ്പോഴേക്കും കടം വാങ്ങിയ ആളുടെ സ്വഭാവവും പെരുമാറ്റവും രീതികളും നിറവും ഒക്കെ മാറും. അത് വളരെ എളുപ്പം ശത്രുതയിലേക്ക് വഴിതെളിക്കും. ഇന്ന് പണം കടം കൊടുക്കണമെന്ന് നിർബന്ധമില്ല. സുരക്ഷിതമല്ലാത്ത ഒരു നിക്ഷേപ പദ്ധതിയിൽ പണം നിക്ഷേപിച്ചാലും ആ നിക്ഷേപം നോക്കി നടത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ ചുമതലക്കാരുമായി വളരെ എളുപ്പം ശത്രുതയിലാകാൻ കഴിയും. കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ നിന്ന് പണത്തട്ടിപ്പിനിരയായ ഇബ്രാഹിം കുട്ടി ഹാജിയുടെ ആ ഒരു ജീവിതവും ഇതുപോലെ തന്നെയാണ്. 75 ലക്ഷം രൂപയാണ് അയാൾ കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ നിക്ഷേപിച്ചത്. വാസ്തവത്തിൽ 75 ലക്ഷം രൂപ കയ്യിലുള്ള ഒരാൾ ശരിക്കും രാജാവിനെ പോലെ ജീവിക്കാൻ അർഹനാണ്. പക്ഷേ കൂടുതൽ പലിശ കിട്ടും എന്ന് ചിന്തിച്ച്, അല്ലെങ്കിൽ അവരുടെ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ആ ഒരു നിർബന്ധം കാരണമോ മറ്റോ ഇത്രയും രൂപ അവിടെ നിക്ഷേപിച്ചു. അവസാനം ആ പണം നഷ്ടപ്പെട്ട രീതിയിലായി. പണം ചോദിക്കുമ്പോഴൊക്കെ പട്ടിവാതിക്കൽ വാ, പൂച്ചവാതിക്കൽ വാ എന്ന് പറഞ്ഞ് അയാളെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ചു. ഒടുവിൽ സഹികെട്ട് അയാൾ സൊസൈറ്റിയുടെ പ്രധാന ഉദ്യോഗസ്ഥനായിരുന്ന നേതാവിൻ്റെ വീട്ടുപടിക്കൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. ഒരു കുറച്ച് പലിശയ്ക്ക് വേണ്ടി, കുറച്ച് പലിശ കൂടുതൽ കിട്ടാൻ വേണ്ടി, ഒരു കുറച്ച് ലാഭം കൂടുതൽ കിട്ടാൻ വേണ്ടി മനുഷ്യർ സ്വന്തം ജീവനെ തന്നെ പണയം വയ്ക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. ഈ 75 ലക്ഷം രൂപ എന്ന് പറയുന്നത് 100% സുരക്ഷിതമായ LICയിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് അയാൾക്ക് നല്ല നിലയിൽ വളരെ അന്തസ്സോടെ ജീവിക്കാമായിരുന്നു. ഒരു സ്ഥലത്തും ഒരു അപമാനവും അയാൾക്ക് താങ്ങേണ്ടി വരില്ലായിരുന്നു. പണം ചോദിച്ച് ഓരോരോ വാതിൽപ്പടികളിൽ അയാൾക്ക് കയറി ഇറങ്ങേണ്ട ആവശ്യം വരില്ലായിരുന്നു. എന്നാൽ അയാൾ കൂടുതൽ പലിശയുള്ള അല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച ഒരു സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചതുകൊണ്ട് അയാൾക്ക് അപമാനം സഹിച്ച് അയാളുടെ ജീവിതം തന്നെ ഒരു നഷ്ടക്കണക്കായി മാറി. ഒടുവിൽ തീ കൊളുത്തി സ്വയം ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലെത്തിയിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.